എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഡാറ്റയെക്കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുകയാണ്. വാട്ട് ഈസ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ബിസിനസ്സിനും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഡാറ്റ. നമുക്കറിയാം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. വാട്ട് ഈസ് ഡാറ്റ? ഡാറ്റ ഈസ് കൺസിഡർഡ് ആസ് raw facts, processed data or information or primary data. ഡാറ്റനെ നമുക്ക് റോ ഫാക്ട്സ് ആയിട്ട് കരുതാം, പ്രോസസ്ഡ് ഡാറ്റ ആയിട്ടും ഇൻഫോർമേഷൻ ആയിട്ടും പ്രൈമറി ഡാറ്റ ആയിട്ടും ഒക്കെ കരുതാം. ഗാദറിംഗ് ഓഫ് ഡാറ്റ ഇസ് കോൾഡ് ഡാറ്റ കളക്ഷൻ. ഇങ്ങനെ ഡാറ്റനെ ഗ്യാദർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ബൈ സർവേ ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10. Moreover, data can be collected by cookies. They gather data of computer users' activities. This helps to improve customer satisfaction. അപ്പം നമുക്ക് പല രീതിയിൽ ഡാറ്റ ഗ്യാദർ ചെയ്യാമെന്ന് പഠിച്ചു. ഒരു സർവേ നടത്തി നമുക്ക് ഡാറ്റ ഗ്യാദർ ചെയ്യാം. കൂടാതെ കുക്കീസിന്റെ സഹായത്താലും നമുക്ക് ഡാറ്റ ഗ്യാദർ ചെയ്യാം. എന്താ കുക്കീസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ യൂസേഴ്സിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കുക്കീസ് മനസ്സിലാക്കി വെക്കും. അതെന്തിനാ വളരെ ഉപകാരം? അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു പ്രോസസ് ദ ഡാറ്റ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡാറ്റ പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഡു ഇസ് ഡാറ്റ പ്രീ പ്രോസസിങ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓപ്പറേഷൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് അത് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. യു ഹാവ് ടു ലേബിൾ ദ ഡാറ്റ ഓർ അറേഞ്ച് ഡാറ്റ ബൈ കാറ്റഗറി ഓർ മിസ്സിംഗ് വാല്യൂസ് ഷുഡ് ബി corrected. It can be numerical data. Another method is data cleansing or data cleaning or data scrubbing. ഇവിടെയൊക്കെ എന്താണ്? മിസ്സിംഗ് വാല്യൂ ഷുഡ് ബി കറക്റ്റഡ്. Thus data cleansing deal with missing values. Data shuffling is another technique. അപ്പം നമ്മൾ കാർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്യുന്നത് കണ്ടിട്ടേ, ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളൊക്കെ ചെയ്തൊരു ഗെയിമാണ് കാർഡ്സ് കളിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ കാർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്തിട്ട് നമുക്കറിയാം. ഡാറ്റ ഷഫ്ലിംഗ് ഈസ് അനദർ ടെക്നിക്. ഇറ്റ് പ്രിവെന്റ്സ് അൺവാണ്ടഡ് പാറ്റേൺസ്. ഇറ്റ് ഇംപ്രൂവ്സ് പ്രഡിക്റ്റീവ് പെർഫോമൻസ്. ഇറ്റ് ഹെൽപ്സ് അവോയ്ഡിങ് മിസ്ലീഡിംഗ് റിസൾട്ട്സ്. വിത്ത് ഡാറ്റ ഷഫ്ലിംഗ് ഇറ്റ് ഇസ് ഈസി ടു ടേക്ക് റാൻഡം ഒബ്സർവേഷൻസ്. ഒരു റാൻഡം ഒബ്സർവേഷൻസിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഷഫ്ലിംഗ് പ്രകാരം ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാം. Moreover, it is associated with relational database management system. It deals with entity relationship diagram or ER diagram. Second model എന്താണ്? റിലേഷണൽ സ്കീമ. അപ്പം ഇത് കൂടാതെ ഡാറ്റ കളക്ട് ചെയ്ത് കൂടാതെ അത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ടെക്നിക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് ER ഡയഗ്രാം, ഒന്ന് റിലേഷണൽ സ്കീമ. ഫസ്റ്റ് മോഡൽ ഇസ് കോൾഡ് entity relationship model or entity relationship diagram. Second model is relational schema. Thus, data collection and data pre-processing are essential for quantitative analysis. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡാറ്റ കളക്ഷനും ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് വളരെ അത്യാവശ്യമാണ്. എന്തിന്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്താനായി. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.